السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച്
നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയുടെ അവന്റെ വിശ്വാസത്തിന്റെ അടയാളം എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളോട് അത് ചെയ്യാൻ വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി മുമ്പോട്ട് വരുന്നത് ഒരു സത്യവിശ്വാസിയുടെ അവന്റെ വിശ്വാസത്തിന്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും പ്രവാചകന്മാർ നന്മകളിൽ മുന്നോട്ട് മത്സരിച്ച് മുന്നോട്ട് അവർ വരുമായിരുന്നു എന്നാണ്. ഞാൻ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏത് നന്മയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട ഏത് അമലാണെങ്കിലും അത് ആദ്യം ചെയ്യാൻ വേണ്ടി പ്രവാചകന്മാർ മുന്നോട്ട് വരുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പറ്റി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ അവന്റെ വിശ്വാസത്തിന്റെ അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട ഏതെല്ലാം നന്മകളുണ്ടോ, ഖൈറാത്തുകളുണ്ടോ, അതിലൊക്കെ സത്യവിശ്വാസിയാൾ എപ്പോഴും മുന്നോട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചത്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് റസൂലേ? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ധാരാളം അമലുകളുണ്ട്. എന്നിട്ടും സഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, അവരുടെ ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു ശക്തി, അതായത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമല് ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു തിടുക്കം സ്വഹാബത്തിൽ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അസ്സലാത്തു അലാ വഖതിഹാ, അതായത് നമസ്കാരം അതിന്റെ ആദ്യത്തെ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യത്തെ സമയത്ത് വെച്ച് പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമില്ല ജമാഅത്ത് നമസ്കാരം, പക്ഷേ അതിന്റെ കൃത്യമായ സമയത്ത് ആ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത്. അപ്പോൾ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്, അതിന്റെ ആദ്യത്തെ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. ഓരോ നമസ്കാരത്തിനും പ്രത്യേകമായ ശ്രേഷ്ഠതകളുണ്ട്. എന്നാൽ ആ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രേഷ്ഠകരവുമായ ധാരാളം ആളുകൾ ശ്രദ്ധ കാണിക്കാത്ത അശ്രദ്ധയിലുമായ ഒരു നമസ്കാരമാണ് ഫജ്ർ നമസ്കാരം, സുബ്ഹി നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ പുണ്യങ്ങളും അതിന്റെ നേട്ടങ്ങളും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ അതിൽ അശ്രദ്ധ കാണിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ അല്ലാഹുവിലും അതേപോലെ മരണാനന്തര ജീവിതമുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട് എന്നുള്ള വിശ്വാസമുള്ള ഒരാൾക്കും ഒരിക്കലും ആ നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നമസ്കാരത്തിന്റെ ഫജ്ർ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരാണോ സുബ്ഹി നമസ്കാരം നമസ്കരിക്കുന്നത് അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരാണോ ഫജ്ർ നമസ്കാരം സുബ്ഹി നമസ്കാരം അവൻ ജമാഅത്തായി നമസ്കരിക്കുന്നത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ശാരീരികമായിട്ടും അവന്റെ സാമ്പത്തികമായും അവന്റെ കുടുംബത്തിലും
അതേപോലെ എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം സുബൈ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ വന്ന് നമസ്കരിക്കുക തന്നെ വേണം. അത് നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അതേപോലെ സ്ത്രീകൾക്ക് അതിന് നിർബന്ധമില്ല. പക്ഷേ അവർ വീട്ടിൽ വെച്ച് നിർവഹിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു പ്രത്യേകമായ പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ച, അതേപോലെ അതിനെല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു സംരക്ഷണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെയും സംരക്ഷണം നമുക്ക് ആവശ്യമില്ല. അത്രത്തോളം അല്ലാഹു നമുക്ക് സംരക്ഷണം നൽകുമെന്ന് പറയുന്ന ഗ്യാരണ്ടി നൽകുന്ന ഒരു കാര്യമാണ് സുബൈ നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് സുബഹി ജമാഅത്ത് നമസ്കാരം അത് ജമാഅത്തായി നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അവൻ അന്നത്തെ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരല്പം നേരം നിന്ന് ഒരു ചെറിയ സൂറത്ത് ഓതി രാത്രി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമായി കാണുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ആ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം ഒരാൾ സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്താൻ ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് ചില കണ്ടീഷനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ من صلى العشاء في جماعة فكأنما قام نصف الليل. ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ രാത്രിയുടെ പകുതിയും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ആരെങ്കിലും സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, അവൻ ആ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇശാവും അതേപോലെ സുബയും ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ ആ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. അതിന്റെ പ്രതിഫലം അവനക്ക് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ശ്രേഷ്ഠതയുള്ള, അത്രത്തോളം പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത്. അതേപോലെ മൂന്നാമത്തെ ശ്രേഷ്ഠത എന്നുള്ളത്, മൂന്നാമത്തെ പ്രതിഫലം എന്നുള്ളത്, സുബഹി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്ത പ്രതിഫലവും ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനും ചില കണ്ടീഷനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ആരെങ്കിലും രാവിലെ ജമാഅത്തായി നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഫജ്ർ നിസ്കാരം ആരെങ്കിലും ജമാഅത്തായി നമസ്കരിക്കുകയും ആ നമസ്കരിച്ചതിന് ശേഷം അയാൾ ആടെ ഇരുന്നുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിനെ ഓർക്കുകയാണ്. അതായത് ദിക്ർ ചൊല്ലിക്കൊണ്ടും ഖുർആൻ പാരായണത്തിലൂടെയും അങ്ങനെ എന്തെങ്കിലും ദീനിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയോ ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരാൾ ഇരിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചോ മൊബൈൽ കളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദുനിയാവുമായി അതേപോലെ കച്ചവടത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ച് ചിരിച്ചും കളിച്ചും സമയം ചെലവഴിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഒരാൾ സുബൈ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ആ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരാൾ 2 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, അവന് ഒരു ഉംറയും ഹജ്ജും ചെയ്തതിന്റെ പ്രതിഫലമാണ് പരിപൂർണമായ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് ജമാഅത്ത് നമസ്കാരം സുബഹി ജമാഅത്തോടുകൂടി നിർവഹിക്കുക. അതേപോലെ സൂര്യൻ ഉദിക്കുന്നത് വരെ ആ സമയത്ത് അവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും അതിനുശേഷം 2 റക്അത്ത് നമസ്കരിച്ച ആളുകൾക്ക് ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്.
നമുക്കറിയാം, ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്ത ആളുകൾക്ക് മനസ്സിലാകും അതിന്റെ പ്രയാസവും അതേപോലെ അതിനുള്ള ആ ഒരു ചെലവും കഷ്ടവും അവർക്ക് അറിയുന്നതാണ്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ സുബൈ ജമാഅത്തായി നമസ്കരിച്ച് ഒരല്പം നേരം അവിടെ ഇരുന്നു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ നാലാമത്തെ ശ്രേഷ്ഠത എന്നുള്ളത് മലക്കുകൾ പ്രത്യേകമായി അങ്ങനെയുള്ള ആളുകളുടെ കണക്കുകൾ എടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ മലക്കുകൾ പറയുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തജ്തമിഉ മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാരി ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്ർ. രാവിലെയുടെയും അതേപോലെ പകലിന്റെയും രാത്രിയുടെ മലക്കുകൾ രണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് വന്ന് ഒരുമിച്ച് കൂടുമെന്നാണ്. ഈ ഭൂമിയിൽ പള്ളിയിൽ വെച്ച് ഒരുമിച്ച് കൂടും. ഒന്ന് സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്തും അതേപോലെ സ്വലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരത്തിന്റെ സമയത്തും അതായത് മലക്കുകൾ രാവിലെയും രാത്രിയുടെയും മലക്കുകൾ വന്ന് ഒരുമിച്ച് കൂടുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്ർ. ആ മലക്കുകൾ ഫജ്റിന്റെ സമയത്ത് ഒരുമിച്ച് കൂടും. അതായത് പകലിന്റെയും രാത്രിയുടെയും മലക്കുകൾ ഒരുമിച്ച് സുബഹിന്റെ സമയത്ത് വന്ന് ഒരുമിച്ച് കൂടും. ഫതസ്അദു മലായികത്തുൽ ലൈൽ. അപ്പോൾ അതാ രാത്രിയുടെ മലക്കുകൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകും. വതസ്ബുതു മലായികത്തുൻ നഹാർ. എന്നാൽ പകലിന്റെ മലക്കുകൾ ആ സമയത്ത് ആ സന്ദർഭത്തിൽ പള്ളിയിലായിരിക്കും, ദുനിയാവിലായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്ർ. വീണ്ടും അസ്റിന്റെ സമയത്ത് വീണ്ടും ഈ പകലിന്റെയും രാവിന്റെയും മലക്കുകൾ ഒരുമിച്ച് കൂടും. ഫയസ്അദു മലായികത്തുൻ നഹാർ. അങ്ങനെ പകലിലുണ്ടായ സുബൈക്ക് വന്ന ആ മലക്കുകൾ അത് ആകാശലോകത്തിലേക്ക് പറന്നു പോകുന്നു. വതസ്ബുതു മലായികത്തുൽ ലൈൽ. എന്നാൽ രാത്രിയുടെ മലക്കുകൾ ആ പള്ളിയിൽ തന്നെ ആ ദുനിയാവിൽ തന്നെ നിൽക്കുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയസ്അലുഹും റബ്ബുഹും. അങ്ങനെ ഈ രണ്ട് വിഭാഗത്തിന്റെ മലക്കുകളും ആകാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ അവരോട് അവരുടെ രക്ഷിതാവ് റബ്ബ് ചോദിക്കും അവരോട്, കൈഫ തറക്തും ഇബാദി. എങ്ങനെയാണ് എന്റെ അടിമകളെ നിങ്ങൾ വിട്ടുവന്നത്? നിങ്ങൾ വരുമ്പോൾ എന്റെ അടിമകൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയും, ഫയഖൂലൂൻ അതൈനാഹും വഹും യുസല്ലൂൻ. അല്ലാഹുവേ, ഞങ്ങൾ ഭൂമിയിലേക്ക് പോകുമ്പോൾ ആ പള്ളിയിലേക്ക് പോകുമ്പോൾ നിന്റെ അടിമകൾ നമസ്കരിച്ചു കൊണ്ടിരുന്നു. അതേപോലെ വതറക്നാഹും വഹും യുസല്ലൂൻ. അതേപോലെ നമ്മൾ അവരെ വിട്ട് ഒഴിവാക്കി നിന്റെ അടുക്കലേക്ക് വരുമ്പോഴും അവർ നമസ്കാരത്തിലായിരുന്നു അല്ലാഹുവേ എന്ന് നമ്മളെ സംബന്ധിച്ച് അല്ലാഹുവിനോട് പ്രശംസിച്ചുകൊണ്ട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ, അല്ലാഹുവിന്റെ മുഖർറബീങ്ങളായ മലക്കുകളുടെ സന്നിധിയിൽ നമ്മളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയും നമ്മളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പ്രശംസിച്ച് പറയാൻ കാരണമാകണമെങ്കിൽ അസ്ർ സമയത്തും അതേപോലെ സുബ്ഹി ജമാഅത്തിന്റെ സമയത്തും നമ്മൾ പള്ളിയിലുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പ്രശംസിച്ച് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, സുബഹി ജമാഅത്തോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടം എന്നുള്ളത് നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം ലഭിക്കുമെന്നാണ്. നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവർക്കും പ്രകാശം ലഭിക്കുകയില്ല. ചില ആളുകൾക്ക് കുറച്ച് പ്രകാശമുണ്ടാവും, ആ പ്രകാശത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. എന്നാൽ സുബഹി നമസ്കരിക്കുന്ന ആളുകൾക്ക്, ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകൾക്ക് പരിപൂർണമായ പ്രകാശം നാളെ ഖിയാമത്ത് നാളിൽ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അൻ ബുറൈദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിരിൽ മശാഈന ഫിൽ ദുലമി ഇലൽ മസാജിദി ബിൻ നൂരി താമ്മി യൗമൽ ഖിയാമ. അതായത് പള്ളിയിലേക്ക് രാത്രികളിൽ നടന്ന് പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷ വാർത്ത? ബിൻ നൂരി താമ്മി യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇരുട്ടിൽ പള്ളിക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി പള്ളിക്ക് വരുന്ന ആളുകൾ, അതേപോലെ സുബഹിന്റെ സമയത്ത് പള്ളിക്ക് വേണ്ടി പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി നടന്നുകൊണ്ട് വരുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ പരിപൂർണമായ പ്രകാശമുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, സുബഹി ജമാഅത്ത് നമസ്കരിക്കുന്ന നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരെ നരകം സ്പർശിക്കുകയില്ല, നരകം അവരെ തൊടുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൻ യലിജന്നാര അഹദുൻ സ്വല്ല ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. അതായത് ആരെങ്കിലും ഒരാൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരവും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരമുള്ള ഒരാൾ നിർവഹിച്ചാൽ അവനെ നരകം സ്പർശിക്കുകയില്ല, അവനെ നരകം തൊടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഅനിൽ ഫജ്ർ വൽ അസ്ർ. അതായത് അത് ഫജ്റും സുബൈ നമസ്കാരവും അതേപോലെ അസ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല, തൊടുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ലക്ഷ്യമായ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുള്ള ആ ഒരു ലക്ഷ്യം വളരെ എളുപ്പത്തിലൂടെ അത് നേടിയെടുക്കാൻ കാരണമാകുന്ന ഒരു കാര്യവുമാണ് സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ആരാണോ രണ്ട് തണുപ്പുള്ള നേരത്തുള്ള നമസ്കാരം നിർവഹിക്കുന്നത് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ട് തണുപ്പുള്ള സമയത്തിന് നമസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒന്ന് സുബഹി ജമാഅത്താണ്, മറ്റൊന്ന് അസർ നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായും അതേപോലെ അസർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയാണെങ്കിൽ അവനക്ക് സ്വർഗത്തിൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ നമ്മുടെ എല്ലാവരുടെയും ആശയാണ്, കൊതിയാണ് നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണണമെന്നുള്ളത്. പല ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുകയില്ല. അതിലും ഏറ്റക്കുറച്ചിലുണ്ടാകും. ചില ആളുകൾക്ക് കുറച്ചു നേരം അല്ലാഹുവിനെ കാണാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ആഴ്ചയിലും പൂർണ്ണമായും കാണാം, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ചില ഭാഗങ്ങളിലോ അല്ലാഹുവിനെ കാണാൻ സാധിക്കും. അത് അവരുടെ അമലുകൾ അനുസരിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗത്തിൽ അതിനുള്ള ആ ഒരു തൗഫീഖ് നൽകുമെന്നാണ്. എന്നാൽ സുബഹി നമസ്കാരം നമസ്കരിക്കുന്ന ആളുകൾക്കും അതേ രൂപത്തിൽ അല്ലാഹുവിനെ ഒരു മറയുമില്ലാതെ പൂർണ്ണമായി അല്ലാഹുവിനെ കാണാൻ സാധിക്കുമെന്നാണ്. മഹാനായ ജരീർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫനദറ ഇലൽ ഖമരി ലൈലതൻ യഅനിൽ ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 15ാം രാവിന്റെ ആ ഒരു ചന്ദ്രനിലേക്ക് പരിപൂർണമായ പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ. തീർച്ചയായും നിങ്ങൾ നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എങ്ങനെ? ഈ ചന്ദ്രന് ഒരു മറയുമില്ലാതെ ഒരു മോടവുമില്ലാതെ ഈ പരിപൂർണമായ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയുമില്ലാതെ കൃത്യമായി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും. ലാ തുദാമ്മൂന ഫീ റഅയതിഹി. ഒരു തടസ്സവും നിങ്ങളുടെ ആ ഒരു കാഴ്ചക്ക് ഉണ്ടാവുകയില്ല. ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫഅലൂ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരവും അതേപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരവും നിങ്ങൾ നിർവഹിക്കുക. അത് നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നതിലും നോക്കുന്നതിലും അത് നിങ്ങളെ സഹായിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം നേട്ടങ്ങളും പുണ്യങ്ങളുമുള്ള ഒരു ഇബാദത്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ സുബഹി ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്. അതേപോലെ അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പുണ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാൻ പറ്റുന്ന മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റകഅത്തുൽ ഫജ്രി ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. അതായത് സുബൈ നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന് ലഭിക്കുന്ന പുണ്യം എന്നുള്ളത് ഈ ഭൂമിയും അതേപോലെ ഈ ഭൂമിയിലുള്ള എല്ലാ സകല സമ്പത്തും അതുപോലെ തന്നെ ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും പുണ്യകരമാണ്. ഒരാൾ സുബൈ നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കുക, അതിന് ലഭിക്കുന്ന പുണ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ആ സുബൈ ജമാഅത്തിന്റെ മുമ്പുള്ള ആ 2 റക്അത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രത്തോളം പ്രതിഫലം നൽകുമെങ്കിൽ ആ ഫർദായ നിർബന്ധമായ നമസ്കാരത്തിന് എത്ര വലിയ പ്രതിഫലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ ഇത്രത്തോളം പുണ്യം മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ പോലും ഈ സുന്നത്തായ 2 റക്അത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രത്തോളം പ്രത്യേകതകളും പുണ്യങ്ങളും ശ്രേഷ്ഠതകളും ലഭിക്കുന്ന
ലഭിക്കുന്ന നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു ഇബാദത്താണ് സുബഹി ജമാഅത്ത് എന്നുള്ളത്. അതുകൊണ്ട് ഇതിന്റെ പുണ്യങ്ങളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കിയ നമ്മൾ അള്ളാഹുൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, വിചാരണയുണ്ട്, സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മളാണെങ്കിൽ സത്യവിശ്വാസത്തിന്റെ അടയാളം ആ ഒരു ജമാഅത്തിന് വേണ്ടി, സുബഹിയുടെ ജമാഅത്തിന് വേണ്ടി നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബഹി ജമാഅത്ത് എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അതല്ലാതെ എന്തെങ്കിലും ശർഈയായ കാരണങ്ങളില്ലാതെ ഭയമോ അതല്ലെങ്കിൽ രോഗിയോ അല്ലെങ്കിൽ പള്ളിക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ, പള്ളിയിൽ നിന്ന് 2-2.5-3 കിലോമീറ്റർ ദൂരമുള്ള ആളുകളാണെങ്കിൽ നടന്നു വരാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലുള്ള അങ്ങനെ കാരണങ്ങളുള്ള ആളുകൾക്ക് ജമാഅത്ത് നിർബന്ധമില്ല. എന്നാൽ അതല്ലാത്ത ആളുകൾ വീട്ടിൽ വെച്ചും നമസ്കരിച്ചാലും അങ്ങനെയുള്ള ആളുകളുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ അൻ-നിദാഅ ഫലം യഅതിഹി ഫലാ സ്വലാത ലഹു ഇല്ലാ മിൻ ഉദ്ർ. ആരെങ്കിലും ബാങ്ക് വിളി കേൾക്കുകയും എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് എത്താനുള്ള ആ ഒരു സാഹചര്യവും സൗകര്യവും അത്രേ ദൂരമുള്ള ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായും പള്ളിയിലേക്ക് വരണം. അതല്ല, അവർ പള്ളിയിലേക്ക് വരാതെ അവർ വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ ഫലാ സ്വലാത ലഹു, അങ്ങനെയുള്ള ആളുകൾക്ക് നമസ്കാരമില്ല. ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ടാണ് അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രത്തോളം ആ നമസ്കാരത്തെ സംബന്ധിച്ച് സ്വഹാബത്തിനെ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തതും മനസ്സിലാക്കി കൊടുത്തതും നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ നമസ്കരിക്കാൻ വേണ്ടി, ജമാഅത്തിന് വേണ്ടി, സുബൈക്ക് വേണ്ടി ജമാഅത്തിന് വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യധികം കോപിച്ചിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാമ. പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്, അതേപോലെ ആ നമസ്കാരത്തിന് വേണ്ടി ഒരാളെ, ഒരു ഇമാമിനെ നിശ്ചയിക്കുകയും പിന്നീട് കുറച്ച് ആളുകളെ കൂട്ടി കുറച്ച് വിറകിന്റെ കഷ്ണങ്ങളും എടുത്ത് ഈ സുബഹി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരാത്ത ആളുകളുടെ വീടുകളിലേക്ക് പോയി അതായത് അങ്ങനെയുള്ള വീടുകളെ ഈ വിറകിന്റെ കഷ്ണവും വെച്ച് ആ വീടുകളെ കത്തിച്ചു കളയാമെന്ന് വരെ എനിക്ക് തോന്നിയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ വിഷയത്തിൽ അത്രത്തോളം കടുപ്പമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുബഹി നമസ്കാരം ഒഴിവാക്കുന്നത് എത്രത്തോളം ഗൗരവമുള്ള ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല,
അതേപോലെ ഈ നമസ്കാരം ഒഴിവാക്കി സുബൈ നമസ്കാരത്തിനും അതേപോലെ ഇശാ ജമാഅത്തിനും വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് സ്വഹാബികൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് നിഫാഖിന്റെ അടയാളങ്ങളായി നിഫാഖുള്ള മുനാഫിഖുകളുടെ ഘടനയിലാണ് ആ സ്വഹാബികൾ അവരെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. കാരണം സുബൈ ജമാഅത്തിന്റെ സമയത്തിൽ ഒരു ജോലിയുമില്ല, ഇശാന്റെ സമയത്തോ എല്ലാ ജോലിയും കഴിഞ്ഞ് അവർ വീട്ടിലായിരിക്കും. ആ സന്ദർഭത്തിൽ പോലും പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികൾ വിചാരിച്ചിരുന്നത് അവർ മുനാഫിക്കുകളായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന അത്ഖല സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. ഇന്ന അത്ഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ, തീർച്ചയായും മുനാഫികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള ഏറ്റവും കഷ്ടമുള്ള നമസ്കാരം എന്നുള്ളത് സ്വലാത്തുൽ ഇശാഉ വ സ്വലാത്തുൽ ഫജ്ർ, ഇശാ നമസ്കാരവും അതേപോലെ ഫജ്ർ നമസ്കാരവുമാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വൻ. ഈ രണ്ട് നമസ്കാരങ്ങൾക്ക് ഈ രണ്ട് ജമാഅത്തായി നിർവഹിക്കുന്ന ഈ നമസ്കാരത്തിന്റെ അതിന്റെ ശ്രേഷ്ഠത അതിന്റെ പ്രതിഫലം ഒരാൾ മനസ്സിലാക്കിയാൽ നടന്ന് പള്ളിയിലേക്ക് വരാത്ത ആളുകളാണെങ്കിൽ പോലും മുട്ടുകുത്തി ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവർ പള്ളിയിലേക്ക് വരുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ സുബഹി നമസ്കാരത്തിന്റെയും അതേപോലെ മറ്റുള്ള എല്ലാ ജമാഅത്ത് നമസ്കാരത്തിന്റെയും പ്രാധാന്യം ശ്രേഷ്ഠതയും മനസ്സിലാക്കി കൃത്യമായി എല്ലാ ദിവസവും ഒരു ദിവസം വിട്ട് ഒരു ദിവസമല്ല എല്ലാ ദിവസവും കൃത്യമായി പരമാവധി പള്ളിയിലേക്ക് ജമാഅത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മേലെ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും എല്ലാ പുണ്യങ്ങളും നമുക്ക് ലഭിക്കും. അതല്ല അങ്ങനെയല്ലെങ്കിൽ ആ പുണ്യങ്ങളും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുകയും അതേപോലെ ഈ ലോകത്തും നാളെ പരലോകത്തും നമ്മൾ വ്യസനിക്കേണ്ടി വരും, നമ്മൾ നഷ്ടത്തിലായി പോകുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് വരാൻ ജമാഅത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യം നൽകിയ ആളുകൾ വണ്ടിയും അതേപോലെ ഈ നടന്നുകൊണ്ട് വരാൻ പറ്റുന്ന ആളുകൾ നടന്നുകൊണ്ടും അതേപോലെ വണ്ടിയിൽ വരാൻ പറ്റുന്ന ആളുകൾ വണ്ടിയിലും വന്ന് സുബൈ ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ മാനസികമായും കടം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم انصر الاخواننا المسلمين في فلسطين في كل فلسطين في كل مكان. اللهم اجعل لنا من كل هم فرجا ومن كل ضيق مخرجا ومن كل بلاء عافية. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر.